പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. ഇന്ന് നമുക്കൊരു പ്രത്യേക വീഡിയോ കാണാം. പ്രത്യേക തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് കുറ്റ്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു സംഭവം കേട്ടോ. നമ്മൾക്ക് ഒരു അതിശയകരമായി തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്ന് കാണാം. അത് കാര്യം എന്താണെന്ന് ഞാനൊന്ന് ആദ്യം പറയാം. നമ്മളൊക്കെ ഈ പല പ്രതിഷേധങ്ങളും പല കാര്യങ്ങൾക്കും നടത്താറുണ്ട്. ഇവിടെ ആന ഇറങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള അതായത് ആന ഇറങ്ങുന്നത് അവിടുത്തെ ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഗവനിക്കുന്നില്ല, അവിടെ ആനയുടെ ശല്യം ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ ഒരു പ്രതികരണം നടക്കുമായിരുന്നു. ആ പ്രതികരണ വേദിയിൽ ആന വന്ന് ആളുകളെ ഓടിപ്പിക്കുന്ന ഒരു രസകരമായ ഒരു സംഭവം നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ ഒരു പരിപാടി ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പരിപാടി അതുമാതിരി പല പരിപാടികളും നടക്കും. പക്ഷെ അതിനൊക്കെ എതിരായിട്ട് വന്നിട്ട് ആരും അവിടെ അതിക്രമിച്ച് കയറിയൊന്നും ചെയ്യാറില്ല. എന്നാൽ അവിടെ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ഒരത്ഭുതവും അത് ചിരിയൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, കാവലുംപാറ പഞ്ചായത്തിൽ ഏകദേശം ഒരു മാസങ്ങളായി ഒരു കുട്ടിയാനയുടെ ഭീഷണിയിൽ ജനങ്ങൾ, ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾ വളരെ ഭീതിയിലാണ്. ഇതിനിടയിൽ 3, 4, 5 വ്യക്തികൾ ഹോസ്പിറ്റലിലായി ആന ഓടിച്ച് പരിക്കേറ്റ്. ഇന്ന് അതുപോലെ തന്നെ ഈ കുറുമ്പാറ കാവലുംപാറ പഞ്ചായത്തിലെ ചൂരുണി മേഖലയിൽ ആന ഇന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങി വീട്ടുമുറ്റത്തൂടെ നിന്ന് കുടുംബാനെ ഓടിച്ചു. നാട്ടുകാരും RRT ഏതാനും അംഗങ്ങളും ഒരുമിച്ച് കൂടി ആനയെ ഒരു ചുറ്റുവട്ടത്ത് നിർത്തിയിരിക്കുകയാണ്. കാരണം ഇതുവരെ സംഗതി ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നത് ആനയെ ഞങ്ങൾ അന്വേഷിച്ച് നടന്നു, കണ്ടില്ല എന്ന് പറഞ്ഞു. ആനേനെ മയക്കുവെടി വെച്ച് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ള നിർദ്ദേശം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നേരം വെളുത്ത് 6 മണി കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 3 മണി 4 മണിയോളം ആയിട്ട് പോലും RRT അംഗങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ മറ്റ് മേലധികാരികളോ RRT അംഗങ്ങളല്ലാതെ മറ്റാരും തന്നെ ഇവിടെ വന്നിട്ടില്ല. അതായത് ഏറ്റവും ദയനീയമായ കാര്യമെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഫോറസ്റ്റ് റേഞ്ചിലെ കുറ്റ്യാടി റേഞ്ചിലെ റേഞ്ച് ഓഫീസർ പോലും ഇവിടെ വന്നിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞത് ആനയെ നാളെ രാവിലെയാണ് ഡോക്ടർ വന്ന് ബന്ധവസാക്കുന്നത്.